നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഭാതർക്കം. ചാലിശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. വിശ്വാസികൾ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അകലാട് മൂന്നേനിയിൽ കടന്നലാക്രമണം, 4 പേർക്ക് പരിക്കേറ്റു. കടന്നലാക്രമണത്തിൽ വളർത്തുപോത്തുകൾ കയർ പൊട്ടിച്ചോടി. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ ആറ്റൂർ സ്വദേശി വിവേക്, തമിഴ്നാട് സ്വദേശി സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തയിലേക്ക്. ചാവക്കാട് കാരൽ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ SIക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി അഭിഭാഷകന്റെ പരാതി. പാലയൂർ സെന്റ് തോമസ് പള്ളിമുറ്റത്ത് കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കരോൾ ഗാനാലാപനം വിലക്കുകയും തടയുകയും ചെയ്ത ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SI വിജിത്തിനെതിരെ കേസെടുക്കണമെന്ന് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ചാവക്കാട് SHOക്ക് പരാതി നൽകി. SIയുടെ ഏകപക്ഷീയ നടപടി നിയമപരമായി അംഗീകരിക്കുവാൻ കഴിയില്ല. ജില്ലാ കളക്ടറോ RDOയോ തഹസീൽദാരോ പള്ളിമുറ്റത്ത് കരോൾ ഗാനം ആലപിക്കുന്നത് വിലക്കി ഉത്തരവ് നൽകിയിട്ടില്ല. പള്ളിമുറ്റത്ത് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുവാൻ പോലീസിന്റെ അനുമതി വേണമെന്ന മാനദണ്ഡം SI സ്വയം ഉണ്ടാക്കിയതാണെന്ന് പരാതിയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സർക്കാരിനെതിരെ ജനരോഷമുയർത്തി കലാപമുണ്ടാക്കുവാനും സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനുമുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിയതിനും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തും തെറ്റിദ്ധരിപ്പിച്ചും അധികാര ദുർവിനിയോഗത്തോടും കുറ്റകരമായും പ്രവർത്തിച്ചതിന് SI വിജിത്തിനെതിരെ കേസെടുക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ പരാതിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് CCTV. സഭാതർക്കം. ചാലിശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. വിശ്വാസികൾ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് 100 കണക്കിന് യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാനെത്തിയപ്പോഴാണ് പോലീസ് വിശ്വാസികളെ പ്രധാന ഗേറ്റിൽ തടഞ്ഞത്. സെമിത്തേരിയിലേക്ക് പോകുവാനെത്തിയപ്പോൾ പ്രധാന ഗേറ്റ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒത്താശയോടെ പാലക്കാട് ജില്ലാ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ തടയുകയാണെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു. കഴിഞ്ഞ 15-ന് പ്രതിഷേധിച്ച യാക്കോബായ വിശ്വാസികളോട് 3 ദിവസത്തിനകം പരിഹാരം കണ്ടെത്താം എന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും 15 ദിവസം കഴിഞ്ഞും ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന് പള്ളി ഭരണസമിതി പറഞ്ഞു. പ്രവേശനത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി 100 കണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നടത്തിയത്. തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഫോണിലൂടെ ബന്ധപ്പെട്ട് ബുധനാഴ്ച ഇരുവിഭാഗവുമായി ചർച്ച നടത്താം എന്ന ധാരണയിൽ വിശ്വാസികൾ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പൂർവികരെ ഈ സെമിട്രിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അവരെ അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഈ ഗേറ്റ് അതിന് വിപരീതമായി പൂട്ടുകയും അതുപോലെ തന്നെ പോലീസ് നിരന്ന് ഞങ്ങളെ തടയുകയും ചെയ്തു. അപ്പോൾ അല്പം മുമ്പ് RDO പ്രിയപ്പെട്ട സാറ് മിഥുൻ പ്രേംരാജ് ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബുധനാഴ്ച നിങ്ങളുമായിട്ടൊരു ചർച്ചയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും ഇന്ന് താൽക്കാലികമായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന RDOയുടെ വാക്കിനെ മാനിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2017 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ച 60 ദേവാലയങ്ങളിൽ ചാലിശ്ശേരിയിൽ മാത്രമാണ് സെമിത്തേരി പ്രവേശനത്തിന് വിലക്കുണ്ടാകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് യാക്കോബായ വിഭാഗം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പറഞ്ഞു. ഇന്നും അതുപോലെ ചെയ്തിരിക്കണേ. ഗേറ്റ് അവരെ ഉള്ളിന്ന് പൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതിനകത്തേക്ക് പള്ളിയിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സെമിത്തേരിക്ക് മാത്രമേ പോകണ്ടോ. നമ്മൾ വേറെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ തന്നെ കയറുന്നു. ഞങ്ങൾക്ക് സെമിത്തേരിക്ക് മാത്രമേ വേണ്ടൂ. ഞങ്ങൾ പൂർവികരെ കല്ലറയ്ക്ക് പോവേ പറ്റുമോ. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. സഭാ തർക്കക്കേസിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് പഞ്ചായത്ത്, വില്ലേജ് തലങ്ങളിൽ വിശ്വാസികളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ കണക്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു.
CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ ആറ്റൂർ സ്വദേശി 19 വയസ്സുള്ള വിവേക്, തമിഴ്നാട് സ്വദേശി 46 വയസ്സുള്ള സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8:30യോടെ ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സന്തോഷിനെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണു പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. അകലാട് മുന്നേനിയിൽ കടന്നൽ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. കടന്നൽ ആക്രമണത്തിൽ വളർത്തുപോത്തുകൾ കയർ പൊട്ടിച്ചോടി. ആശാരിപ്പടി കാഞ്ഞിരപ്പറമ്പിൽ ഉസ്മാൻ, ഭാര്യ നൂർജ, അയൽവാസികളായ ഹസീന, ലിസി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഞായറാഴ്ച രാവിലെ ആശാരിപ്പടിക്ക് കിഴക്കുഭാഗത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വളർത്തുപോത്തുകളെ കെട്ടുവാനായി പോയതായിരുന്നു ഉസ്മാനും ഭാര്യയും. ഇതിനിടെയാണ് കടന്നലുകൾ കൂട്ടമായി എത്തി ആക്രമിച്ചത്. രാത്രി സമയങ്ങളിൽ വീടുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞാൽ കടന്നലുകൾ കൂട്ടമായി എത്തുന്നതിനാൽ പ്രദേശത്തെ വീട്ടുകാർ ദുരിതത്തിലായിരുന്നു. കൂട്ടമായി എത്തിയ കടന്നലുകളെ കണ്ടോടിയ ഇവരെ പിന്തുടർന്നാണ് കുത്തിയത്. ശരീരമാസകലം കുത്തേറ്റിട്ടുണ്ട്. കടന്നലാക്രമണത്തിൽ പരിഭ്രാന്തരായി ഓടിയ പോത്തുകളെ ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിൽ പ്രദേശത്തെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. കടന്നൽക്കൂട് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ ഞങ്ങള് പുലർച്ചെ പോത്തിനെ കെട്ടാൻ വേണ്ടി പോയതാണ്. വെള്ളം കൊടുത്തിട്ട് അപ്പാണ് ഫുള്ള് കടന്നിലിളകിയത്. എവിടുന്ന വന്നൊരു ഐഡിയ ഇല്ല. പോത്തിന്റെ മേലെ മൊത്തം കടന്നിലെന്നെ 1-2 ഒരു 100 എന്നെ പൊതിഞ്ഞത്. എന്റെ ഭാര്യനെ ഒരു 10-150 പൊതിഞ്ഞ്. ലാസ്റ്റ് അവളെ ആർത്തിട്ട് ജനങ്ങൾ കൂടിയതിനു ശേഷമാണ് അവളെ രക്ഷപ്പെടുത്തിയത്. ഞാൻ ഓടി രക്ഷപ്പെട്ട്. പോത്തുകൾ 3 കയറ് പിടിച്ചു പോയി. കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളവിടെ ആരും പോയിട്ടില്ല പേടിച്ചിട്ട്. അങ്ങനെയൊക്കെ നിരന്തരമായിട്ടുള്ളൊരു സംഭവമാണത് രാത്രികളിൽ. ഇന്നാണിപ്പോൾ ഇത് ഗൗരവമായിട്ട് കണ്ടത്. CCTV ന്യൂസ് പുന്നീർകുളം. വാഗ അയ്യപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ വായനശാലയിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ്, കേരളത്തിന്റെ വിശ്വസാഹിത്യകാരനും നോവലിസ്റ്റും കഥാകൃത്തുമായ വാസുദേവൻ നായർ എന്നിവരുടെ അനുസ്മരണവും ഈ വർഷത്തെ ഗ്രാന്റ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. മറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ AD ആന്റോ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ, സെക്രട്ടറി CJ വിൽസൺ, വൈസ് പ്രസിഡന്റ് KP രാജു, വായനശാല മുൻ പ്രസിഡന്റ് P ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അപകടരഹിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന നടത്തി. മണലൂർ നിയോജക മണ്ഡലത്തിലെ കാഞ്ഞാണി തൃശൂർ സംസ്ഥാന പാതയിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരും അന്തിക്കാട് പോലീസും വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അമിതവേഗം, അമിതഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ, ഹെൽമറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുമുള്ള യാത്ര തുടങ്ങി മോട്ടോർ വാഹന നിയമലംഘനങ്ങളാണ് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയത്. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് പരിശോധന നടത്തുന്നത്. വിവിധ പ്രദേശങ്ങളിൽ പോലീസുമായി സഹകരിച്ച് നടക്കുന്ന പരിശോധനകൾ വലിയ ഗുണം ചെയ്യുന്നതായി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാഞ്ഞാണി ഭാഗത്ത് അന്തിക്കാട് പോലീസും തൃശ്ശൂർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവിടെ വാഹന പരിശോധന നടത്തുന്നത്. ഹെൽമറ്റ്, ഫിറ്റ്നസ്, അങ്ങനെ അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ, അമിത വേഗത, റാഷ് ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെയാണ് കൂടുതലായിട്ടും ഈ വാഹന പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ് വാഹന പരിശോധനയുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തുടങ്ങിയതിൽ പിന്നെ ഒട്ടനവധി അപകടരഹിതമായ യാത്ര എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ യാത്രക്കാരുടെ ഭാഗത്തു നിന്നു തന്നെ വലിയ പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് തോമസ്, അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ VS ജയൻ, സിവിൽ പോലീസ് ഓഫീസർ P ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CCTV ന്യൂസ് കേച്ചേരി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. കരിക്കാട് CM LP സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം പഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ ഉഷ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായ യോഗത്തിൽ PTA വൈസ് പ്രസിഡന്റ് സുധീബ് VC, വളണ്ടിയർ ലീഡർമാരായ ആര്യ KJ, ആര്യ KA, ഇമ്മാനുവൽ P,
ആര്യനന്ദ KM, അഭിനയ K തുടങ്ങിയവർ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കിട്ടു. പ്രിൻസിപ്പാൾ വൃന്ദ KV സ്വാഗതവും ലീഡർ ഗായത്രി K ബാബു നന്ദിയും പറഞ്ഞു. ക്യാമ്പ് സമാപനത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പാൾ വൃന്ദ പതാക താഴ്ത്തി. വിവിധ ദിവസങ്ങളിലായി സുഹൃത കേരളം, സത്യമേവ ജയതേ, മാധ്യമ സെമിനാർ, കൂട്ടുകൂടി നാട് കാക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി, മൂല്യനിർമ്മാണം, സൃഷ്ടി പരതയിലൂടെ, ഡിജിറ്റൽ ലിറ്ററസി, സുസ്ഥിര ജീവിതശൈലി, പുസ്തകപ്പയറ്റ് എന്നിവ സംഘടിപ്പിച്ചിരുന്നു. പ്രോഗ്രാം ഓഫീസർ ജയറാമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേച്ചേരി യൂണിറ്റും കേച്ചേരി ഗ്രാമീണ വായനശാലയും സംയുക്തമായി ഊർജ്ജ സദസ്സും ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിക്കലും നടത്തി. എരനെല്ലൂർ രശ്മി അംഗനവാടിയിൽ നടന്ന ഊർജ്ജ സദസ്സ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് A ജയകൃഷ്ണൻ, യൂണിറ്റ് ഭാരവാഹികളായ PK സൂര്യദാസൻ, CV നരേന്ദ്രൻ, കേച്ചേരി ഗ്രാമീണ വായനശാല പ്രോഗ്രാം കൺവീനർ KJ റഫീഖ്, ചൂണ്ടൽ പഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി CK ഷഹാന എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് ഊർജ്ജ പ്രതിസന്ധി നമുക്കെന്തു ചെയ്യാം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 100% യൂസർ ഫീസ് പിരിച്ച 3ാം വാർഡിലെയും 12ാം വാർഡിലെയും ഹരിതകർമ്മസേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്തിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ചൂടാറപ്പെട്ടി നൽകി അനുമോദിച്ചു. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി അയനൂർ ചീനിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ പൂരത്തിന്റെ മുന്നോടിയായി വിവിധ ദിവസങ്ങളിൽ നാടകം, ഗാനമേള എന്നിവയുണ്ടായി. പൂര ദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയോടെ പ്രാദേശിക കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് 5:30 നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ആനകൾ അണിനിരന്നു. ദീപാരാധനയ്ക്ക് ശേഷം തെയ്യം, തിറ, കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. രാത്രി നാടകവുമുണ്ടായി. പുലർച്ചെ പൂരത്തിന് ശേഷം കൊടിമരത്തിന് കീഴിൽ പറവെച്ച് കൊടിയിറക്കുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക. ചീനിക്കൽ പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്തു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പാവർട്ടി ബ്ലോക്ക് സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജനശ്രീ ജില്ലാ ചെയർമാൻ O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മണലൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ PK രാജൻ അധ്യക്ഷനായി. ജനശ്രീ മുഖേന ലോൺ ലഭിച്ച സംഘങ്ങൾ അവരുടെ തുടർ പ്രവർത്തനങ്ങളും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആശയങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനശ്രീ ജില്ലാ സെക്രട്ടറി AT ജോസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ജെയ്സൺ ചാക്കോ, കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് എന്നിവർ സംസാരിച്ചു. ജനശ്രീ ഭാരവാഹികളായ സുനിൽ, സുഷശ്രീ, AA അബ്ബാസ്, NC സുനിൽകുമാർ, AP ബാബു, റുബീന അൻവർ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് വട്ടംപാടം ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഭാരതീയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ ടെസ്റ്റിംഗ് ക്യാമ്പിന്റെ ഭാഗമായി ഫ്ലാഗ് സെറമണി നടന്നു. ICA സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ICA ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, വൈസ് പ്രിൻസിപ്പാൾ MM യൂനസ്, യൂണിറ്റ് ലീഡർ സായി അബ്ദുൾ സലീം, സിന്ധു ബാലൻ എന്നിവർ പങ്കെടുത്തു. 3 ദിവസത്തെ ടെസ്റ്റിംഗ് ക്യാമ്പിൽ 300 സ്കൗട്ട്, 450 ഗൈഡ്സ് കേഡറ്റുകളും 100 അധ്യാപകരും പങ്കെടുത്തു. P നാരായണൻകുട്ടി LT, PG കൃഷ്ണനുണ്ണി ALT, ഗൈഡ് വിഭാഗത്തിൽ VS ഗ്രേസി LT, ഗീത ALT എന്നിവർ ചീഫ് എക്സാമിനർമാരായിരുന്നു. ക്യാമ്പിന്റെ ഭാഗമായി സ്കൗട്ട്, ഗൈഡ് അംഗങ്ങൾ അവരുടെ വിവിധ നൈപുണികൾ പ്രദർശിപ്പിച്ചു. വിവിധ ഇനം കെട്ടുകൾ, ഫസ്റ്റ് എയ്ഡ്, ടെൻ പിച്ചിംഗ്, ഷെൽട്ടർ മേക്കിംഗ്, മൾട്ടി പർപ്പസ് ഗാഡ്ജറ്റുകൾ എന്നിവ പ്രദർശനത്തിലുണ്ടായിരുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യപുരസ്കാർ ടെസ്റ്റിംഗ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ കാലത്ത് 9 മണിക്ക് ഫ്ലാഗ് സെറമണി നടത്തി സ്റ്റാർട്ട് ചെയ്തു ക്യാമ്പ്. കുട്ടികളുടെ 10th ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 10ും ഷെൽട്ടറും, ചില കുട്ടികൾ ഷെൽട്ടർ അടിക്കുന്നുണ്ട്, ചില കുട്ടികൾ 10 അടിക്കുന്നുണ്ട്. അതിൻ്റെ
ടെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. DOCമാരായ ജോസ് സി പോന്നൂർ, സിസ്റ്റർ ജിസ്പിരിയ, ശാന്ത TC, ഡിസ്ട്രിക്ട് സെക്രട്ടറി ബിനോയ് T. മോഹൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നൂർകുളം. ബാലസംഘം സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി പഴഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവൽ സംഘടിപ്പിച്ചു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും കേക്ക് മുറിക്കലും നടന്നു. ഏരിയ രക്ഷാധികാരി KB ഷിബു, NK ഹരിദാസൻ, AA മണികണ്ഠൻ, AK സത്യൻ, സിന്ധു KK, സുനിൽകുമാർ, VC ഷാജൻ, പുഷ്പലത എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അലി മുഹമ്മദ് സ്വാഗതവും കൺവീനർ AK സത്യൻ നന്ദിയും പറഞ്ഞു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. ഞായറാഴ്ച രാവിലെ ദിവ്യബലി, സന്ദേശം, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സിൻഡോ ജോസ് ചൂണ്ടലിന് നൽകി. വികാരി പ്രകാശനം ചെയ്തു. ജനുവരി 4, 5, 6 തീയതികളിലായാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധരായ സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ദിവ്യബലിയും ലതീഞ്ഞ്, നോവേന എന്നിവയും നടക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയും തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും. സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം കൊച്ചിൻ കലാഭവന്റെ ബാൻഡുമേളവും അരങ്ങേറും. ശനിയാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ഫാദർ വിജു കോലങ്കണ്ണിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ ജോസഫ് നെടുങ്ങനാൽ സഹകാർമ്മികനാകും. ഫാദർ ബിജു പനങ്കുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കുന്ന യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രി 9 മണി മുതൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡുമേളം അരങ്ങേറും. വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ ഡേവിഡ്സ് അതിയുന്തൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. വടക്കേക്കാട് സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. എടക്കടിയൂർ സ്വദേശി പാറാട്ടു വീട്ടിൽ അമീൻ, ഉമൈറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ വടക്കേക്കാട് ഞമനേങ്ങാട് സെന്ററിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 കിലോമീറ്റർ ഓടി 15ാമത് വിവാഹ വാർഷികം ആഘോഷിച്ച് ദമ്പതികൾ. പെരിങ്ങോട് പാലക്കിഴി ശ്രീകുമാറും രാധികയുമാണ് അപൂർവ മാർഗത്തിലൂടെ വിവാഹ വാർഷികാഘോഷം സംഘടിപ്പിച്ച് മാതൃകയായത്. വിവാഹ വാർഷിക ദിവസം രാവിലെ 6 മണിക്ക് പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ദമ്പതികൾ ഓട്ടം തുടങ്ങി. ആമക്കാവ്, ചാലിശ്ശേരി, മതുപ്പുള്ളി, കറുകപ്പുത്തൂർ, ചാത്തന്നൂർ, എരിയേടം വഴി പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഓട്ടം സമാപിച്ചു. മക്കളായ ശ്രീരാമും ശ്രീദേവും മാതാപിതാക്കളോടൊപ്പം ഓട്ടത്തിൽ പങ്കെടുത്തു. 1 മണിക്കൂർ 35 മിനിറ്റ് സമയത്തിൽ 15 കിലോമീറ്റർ ദൂരം ഓടി ഇവർ ഓട്ടം പൂർത്തിയാക്കി. റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ 50ഓളം അംഗങ്ങളും ദമ്പതികളോടൊപ്പം ഓടി പിന്തുണ നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു. ശ്രീകുമാർ ബിസിനസ്സുകാരനും രാധിക അൻസാർ ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. CCTV ന്യൂസ് പെരുമ്പിലാവൂർ. ഡിവൈഎഫ്ഐ പുന്നൂർകുളം വെസ്റ്റ്, ഈസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെക്കത്ത് കൃഷ്ണൻ സ്മാരക ചെസ് ടൂർണമെന്റ് നടത്തി. പുന്നൂർകുളം ഫോക്കസ് ചെസ് അക്കാദമിയുമായി സഹകരിച്ച് നടത്തിയ മത്സരത്തിൽ 150ലധികം കുട്ടികൾ പങ്കെടുത്തു. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം MB സുജീഷ് അധ്യക്ഷത വഹിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AD ധനീപ് മുഖ്യാതിഥിയായി. ഫോക്കസ് ചെസ് അക്കാദമി പരിശീലകൻ രമേശ് M രാജൻ മത്സരം നിയന്ത്രിച്ചു. ഡിവൈഎഫ്ഐ പുന്നൂർകുളം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി സുജീഷ്, മറ്റ് ഡിവൈഎഫ്ഐ CPM നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ പുന്നൂർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി TH അൻസാർ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്മൃതി മധുരം എന്ന ശീർഷകത്തിൽ നടത്തിയ സംഗമം കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് അമൽനാഥ് കടാമ്പുള്ളി അധ്യക്ഷനായി. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ T സുനിൽകുമാർ മുഖ്യാതിഥിയായി.
പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും 1 മുതൽ 12 വരെ ഇതേ സ്കൂളിൽ തുടർച്ചയായി പഠിച്ചവരെയും പരിപാടിയുടെ ലോഗോ നിർമ്മിച്ച പൂർവ്വ വിദ്യാർത്ഥി ശ്യാം സുന്ദറിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, PTA പ്രസിഡന്റ് മണികണ്ഠൻ, SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, ഫാദർ മാത്യൂസ് ബർസൗമ, പ്രിൻസിപ്പാൾ VB ശ്യാം, ഹെഡ്മിസ്ട്രസ് MA നദീറ, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് VK സുജ, OSA സെക്രട്ടറി ഷൈനി കാർത്തികേയൻ, ട്രഷറർ NT സച്ചിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. പന്നിത്തടം മേഖല ബാലസംഘം കാർണിവൽ മരത്തങ്കോട് UP സ്കൂളിൽ ഏരിയ കൺവീനർ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അബ്ദുൾ റഹീം, മേഖലാ പ്രസിഡന്റ് നിവേദിത, വൈസ് പ്രസിഡന്റ് ആർദ്ര, ജോയിന്റ് സെക്രട്ടറി അനുശ്രീ, മേഖലാ കമ്മിറ്റി അംഗം സജിത എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നൌഷാദ്, ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളനൂർ, സുഭാഷ് അരിയേടത്ത്, ബാലൻ മാസ്റ്റർ, അഭിലാഷ് ചിറ്റിലങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച ചേർന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ തയ്യാറാകാതെ പിരിഞ്ഞു. ഉന്നത ജനാധിപത്യ മര്യാദകൾ എന്നും പുലർത്തിയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനോട് CPM നേതൃത്വം അനാദരവാണ് കാണിച്ചതെന്ന് UDF കുറ്റപ്പെടുത്തി. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് അറിയിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചാലിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന ചടങ്ങും സംഘടിപ്പിച്ചു. തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ അനുശോചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മറ്റു ജനപ്രതിനിധികൾ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K വിജയമ്മ ടീച്ചർ, മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PI യൂസഫ്, CPI ചാലിശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് തെക്കേപീടികയിൽ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഹാഷിം അച്ചാരത്ത് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശ് കൂറ്റനാട് നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982-83 വർഷത്തെ SSLC പൂർവ്വ വിദ്യാർത്ഥികളുടെ 3ാമത് സംഗമം നടന്നു. KM ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. VK രാമചന്ദ്രൻ അധ്യക്ഷനായി. വിരമിച്ച അധ്യാപകർ സെലീന, അയ്യപ്പൻ എന്നിവരെ ആദരിച്ചു. സ്കൂളിലേക്ക് ഉപഹാരം സമർപ്പിച്ചു. PN വിഷയ്കുമാർ, KP നാരായണൻ ഭട്ടതിരി, PK സദാനന്ദൻ, CA ഹനീഫ, KU പ്രേമലത, CK ജേക്കബ്, KV ശശികുമാർ, NC ശശികുമാർ, TG സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി VK രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റായി KU പ്രേമലത, സെക്രട്ടറിയായി PN വിഷയ്കുമാർ, ജോയിന്റ് സെക്രട്ടറി KV ശശികുമാർ, ട്രഷററായി CK ജേക്കബ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചാലിശ്ശേരി, നാഗലശ്ശേരി, കപ്പൂർ, കടവല്ലൂർ, ആലങ്കോട് പഞ്ചായത്തുകളിലെ 100ഓളം പെയിന്റിംഗ് തൊഴിലാളികളാണ് നന്മയുടെ കെട്ടിടത്തിന് കളറാക്കിയത്. ഞായറാഴ്ച രാവിലെ പെയിന്റിംഗ് വിദഗ്ധരായ നൌഷാദ് മുക്കൂട്ട, PH ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 6:30 ജോലികൾ ആരംഭിച്ചു. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള 100ഓളം പെയിന്റിംഗ് തൊഴിലാളികളാണ് നന്മയുടെ കെട്ടിടത്തിലെ ചുമരുകൾക്ക് നിറം നൽകിയത്. വെള്ള, കരിമ്പച്ച എന്നീ നിറങ്ങൾ ഉപയോഗിച്ച് 2 ഭാഗങ്ങളായി തിരിച്ചാണ് 10,000 ചതുരശ്രയടി സ്ഥലം 3 മണിക്കൂർ സമയമെടുത്ത് തൊഴിലാളികൾ മനോഹരമാക്കിയത്. സുമനസുകളായ മുഹമ്മദ് ഷാഫി അലിക്കര, അഷ്റഫ് ലിവ, ചാലിശ്ശേരി ഖത്തർ കമ്മിറ്റി, മൊയ്തു മാനുക്കാസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. AM നൌഷാദിന്റെയും ഉമ്മർ ആലിക്കരയുടെയും നേതൃത്വത്തിൽ 30 പേർ ചേർന്ന് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ഉൾവശം മുൻപ് തന്നെ സൗജന്യമായി പ്രൈമർ ചെയ്തു നൽകിയിരുന്നു. അജയൻ ചാലിശ്ശേരിയായിരുന്നു കളർ ഡിസൈൻ ചെയ്തത്. AM നൌഷാദ്, ഉമ്മർ ആലിക്കര, രാജേഷ്, ഷിഹാബ് DA, സുഭാഷ്, രതീഷ്, മണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പഴഞ്ഞി സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പുമുണ്ടായി. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയുണ്ടായി. ഉച്ചയോടെ ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിച്ചു. അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും നടന്നു. ബാലസംഘം എരുമപ്പെട്ടി വില്ലേജ് കാർണിവൽ മുണ്ടൻകോട് നഗറിൽ നടന്നു. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം NS അങ്കിത ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം വില്ലേജ് സെക്രട്ടറി അനന്തകൃഷ്ണ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, കൺവീനർ കുഞ്ഞുമോൻ കരിയന്നൂർ, കോർഡിനേറ്റർ ഷീബ രാജേഷ്, പുണ്യ TS അരുണിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി.
എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരത്തിലെ ഉത്സവം ആഘോഷിച്ചു. എളവള്ളി സാമ്പത്തികോധീകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഗുരുദേവ സന്നിധിയിൽ ഉത്സവാഘോഷം നടത്തിയത്. രാവിലെ 8:30 കൊടിയേറ്റവും ഉച്ചയ്ക്ക് 2 മണിക്ക് എഴുന്നള്ളിപ്പുമുണ്ടായി. എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഊരാട്ടുമൽ ഗണപതി തിടമ്പേറ്റി. മേളത്തിന് ചൊവ്വന്നൂർ സുധാകരനും സംഘവും നേതൃത്വം നൽകി. വൈകിട്ട് വടക്കുഭാഗം, തെക്കുഭാഗം, ഒയാസിസ്, ഗ്യാങ് ഓഫ് ചിറപ്പാടം, പ്ലേബോയ്സ് എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിലെത്തിയ കലാപരിപാടികൾ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഭാരവാഹികളായ CK ബാബു, TK അനിൽ, PV പവിത്രൻ എന്നിവർ വാർഷികോത്സവത്തിന് നേതൃത്വം നൽകി. വയോസേവന രംഗത്ത് ഇനി കുട്ടികളുടെ വളണ്ടിയർ സേനയും. മണലൂർ നിയോജക മണ്ഡലത്തിലെ അരിമ്പൂർ പഞ്ചായത്തിലാണ് സംസ്ഥാനത്താദ്യമായി വയോസേവന രംഗത്ത് കുട്ടി വളണ്ടിയർമാരുടെ സേന രൂപീകരിച്ചിരിക്കുന്നത്. കുടുംബശ്രീ ബാലസഭയുടെ ആഘോഷ പരിപാടിയിലാണ് വളണ്ടിയർ സേനയ്ക്ക് രൂപം കൊടുത്തത്. തുടർന്ന് കുട്ടിസേനയ്ക്ക് ആവശ്യമായ പരിശീലനവും നൽകി. വ്യത്യസ്തങ്ങളും നൂതനങ്ങളുമായ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത്. 1000 വളണ്ടിയർമാരെ സാമൂഹിക സേവനത്തിന് ഒരുക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർ സംഘടിപ്പിച്ച ബാലസഭയിലാണ് 50 കുട്ടി വളണ്ടിയർ സന്നദ്ധരായി വന്നത്. പരിശീലനത്തെ തുടർന്ന് പഞ്ചായത്തിലെ കിടപ്പുരോഗികളെ കുട്ടി വളണ്ടിയർമാർ സന്ദർശിച്ചു. കിടപ്പുരോഗികൾക്ക് ആവശ്യമായ സേവനങ്ങൾ കുടുംബങ്ങളിൽ എത്തിക്കുന്നതിന് കുട്ടി വളണ്ടിയർമാരും ഇനി കൂട്ടുണ്ടാകും. ബാലതലമുറകളുടെ സംഗമം എന്ന വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് മുന്നോടിയായാണ് കുട്ടികളുടെ സേന രൂപീകരിച്ചത്. തലമുറകളുടെ സാംസ്കാരിക കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ GG ബിജു അധ്യക്ഷയായി. ഡോക്ടർ CK വിദ്യാസാഗർ കുട്ടി വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. മാനസികാരോഗ്യ പരിപാലനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് VK ഉണ്ണികൃഷ്ണൻ, TK രാമകൃഷ്ണൻ, ജെൻഡർ റിസോഴ്സ് പേഴ്സൺ MC അനുരാഗി എന്നിവർ ക്ലാസ് എടുത്തു. K രാഗേഷ്, CP പോൾ, ശോഭ സുരേഷ്, ഗോപിക ഷിസിൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ നിയമവഴി എന്ന സന്ദേശത്തോടെ സെമിനാർ നടത്തി. വായനശാല രക്ഷാധികാരി KK സുരേഷ് ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ദാസൻ അധ്യക്ഷനായി. രാജ്യത്തെ പൊതുനിയമങ്ങളെക്കുറിച്ച് പൗരന്മാർ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കേരള പോലീസ് സ്റ്റേറ്റ് ഇന്റലിജൻസ് വിങ്ങിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ KA രാമകൃഷ്ണൻ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ നിയമവിദ്യാർത്ഥിയും രക്ഷാധികാരിയുമായ KK കുമാരൻ, പോക്സോ എന്ന വിഷയത്തിൽ നിയമവിദ്യാർത്ഥി അനിത മണികണ്ഠൻ എന്നിവരും ക്ലാസുകൾ നയിച്ചു. ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി ഗായത്രി രാമകൃഷ്ണൻ ക്വിസ് മത്സരം നയിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണവും കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷവും നടത്തി. വായനശാല സെക്രട്ടറി KK പ്രഭാകരൻ സ്വാഗതവും യുവജനവേദി കൺവീനർ KC നിമേഷ് നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കല്ലുംപുറം കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലാണ് ആഘോഷങ്ങൾ നടന്നത്. ശനിയാഴ്ച വൈകിട്ട് കുരിശുപള്ളിയിൽ ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും നേർച്ച വിളമ്പലും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെന്റർ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു. തുടർന്ന് മെത്രാപ്പൊലിത്തയുടെ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥനയ്ക്കും ശ്ലൈഹിക വാഴ്വിനും കൈമുത്തിനും ശേഷം നേർച്ച വിതരണവും ഉണ്ടായിരുന്നു. ഡീക്കൺ ആരോൺ തോമസ്, ഡീക്കൺ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ അഫ്രേം അന്തിക്കാട്, സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ തുടങ്ങിയവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവരും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മുൻ പ്രധാനമന്ത്രിയും ധനകാര്യ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, CPI ലോക്കൽ സെക്രട്ടറി ശിവൻ വാഗ, BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗം സൗമ്യ രതീഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് PV നിവാസ്, ജെയ്സൺ ചാക്കോ, AM മൊയ്തീൻ, ജസ്റ്റിൻ കൂനമൂച്ചി എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, ജയൻ പാണ്ഡ്യത്ത്, മറ്റം സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ MA ജോസ്, ബിജു കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് പാറന്നൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന ഗ്രാമോത്സവം സമാപനത്തിലേക്ക്. ഡിസംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഗ്രാമോത്സവത്തിൽ പാറന്നൂരിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കാളികളായി. കഴിഞ്ഞ ഞായറാഴ്ച ഫൈവ്സ് ഫുട്ബോൾ മത്സരത്തോടെയാണ് ഗ്രാമോത്സവത്തിന് തുടക്കമായത്. ക്രിസ്മസ് അവധി പ്രമാണിച്ച് വിദ്യാലയങ്ങൾക്ക് അവധിയായിരുന്നതിനാൽ ആവേശപൂർവ്വമാണ് വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തത്. കുട്ടികളെ വെല്ലുന്ന ആവേശത്തോടെ മുതിർന്നവരും മത്സരങ്ങളിൽ പങ്കാളികളായി.
പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ, പാറന്നൂർ ചിറ പരിസരം, പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയാങ്കണം തുടങ്ങിയ വേദികളിലായാണ് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ നടന്നത്. ശനിയാഴ്ച ഓലമടച്ചിൽ, ചൂലുഴിച്ചിൽ, കസേരകളി, മിഠായി പെറുക്കൽ, സ്ലോ സൈക്ലിംഗ് തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈവ്സ് ഫുട്ബോൾ മത്സരം, ഷൂട്ടൌട്ട് മത്സരം, ചിത്രരചന, മെഹന്തി, തലയണയടി, ഷട്ടിൽ ടൂർണമെന്റ് തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഞായറാഴ്ച കാർഷിക മത്സരങ്ങൾ, വടംവലി എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സമാപന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികൾക്ക് ശേഷം മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. തൊഴിയൂർ സ്വദേശി ഡോക്ടർ സെയ്ദ് മുഹമ്മദ് ഹാജി രചിച്ച പുസ്തകം കാളവണ്ടിക്കാലം പ്രകാശനം ചെയ്തു. തൊഴിയൂരിൽ നടന്ന ചടങ്ങിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ പ്രകാശനം നിർവഹിച്ചു. ഹക്കിം വെളിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AP അഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. അൽഫനാർ ബുക്സാണ് പ്രസാദനവും വിതരണവും നിർവഹിക്കുന്നത്. സയ്യിദ് ഹുസൈൻ തങ്ങൾ പുരാമന്തോൾ, ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ, അബ്ദുൽ കരീം ഫൈസി, തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സത്താർ ഹുദവി, അബൂബക്കർ കടങ്ങോട്, കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റഫീഖ് മാസ്റ്റർ, കവി ഷബീർ അണ്ടത്തോട്, മുസ്തഫ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷനായ ചടങ്ങിൽ CPI കാട്ടകമ്പാൽ മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, കോൺഗ്രസ് നേതാവ് ഉമ്മർ കടങ്ങോട്, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ബിജു പാപ്പച്ചൻ, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, ശ്രാവൺ, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർകുളം ആൽത്തറയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നൂർകുളം പഴയ പോസ്റ്റ് ഓഫീസിന് പുറകിൽ താമസിക്കുന്ന വെള്ളമാക്കൽ പരേതനായ കുഞ്ഞുണ്ണി മകൻ 59 വയസ്സുള്ള മോഹനനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ സമീപവാസിയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടത്. ആൽത്തറ ദ്വാരക റോഡിൽ VKM എന്റർപ്രൈസസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിവരികയായിരുന്നു. മോഹനനെ ഈ സ്ഥാപനത്തിന്റെ എതിർവശത്തുള്ള പറമ്പിലെ മരത്തിന് മുകളിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായിരുന്നു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ഷീനയാണ് ഭാര്യ. അനന്തു, അവന്തിക എന്നിവർ മക്കളാണ്. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ മന്ദലാങ്കുന്ന് വിൻഷെയർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി. മന്ദലാങ്കുന്ന് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം V സമീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് PS മുഹമ്മദ് ഷംറൂദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി PR സായൂജ് സ്വാഗതവും ട്രഷറർ റഫീഖ് പള്ളത്ത് നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ V ഷഹബാസ് ഗഫൂർ, HS ഷഹസാദ്, മുൻ ഭാരവാഹികളായ KM ഷെർഹബീൽ, VV ബിദേശ്, EH ഇസഹാഖ്, MA ബാദുഷ, PG അതുൽ കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചരമം. അഞ്ഞൂർ തൊഴിയൂർ പുറത്തൂർ പരേതനായ റോക്കി മകൻ ബെന്നി നിര്യാതനായി. 63 വയസ്സായിരുന്നു. റിട്ടയർഡ് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറാണ് പരേതൻ. റിട്ടയർഡ് അധ്യാപിക ഗ്രേസി ഭാര്യയും സഞ്ജു, നീതു എന്നിവർ മക്കളുമാണ്. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. തൃത്താല പുളിക്കത്തൊടിയിൽ കല്യാണിക്കുട്ടിയമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ ശിവശങ്കരൻ നായർ ഭർത്താവാണ്. രവീന്ദ്രൻ, സുരേന്ദ്രൻ, സുരേഷ് കുമാർ എന്നിവർ മക്കളാണ്. ഇയാൾ കുന്നത്ത് പരേതനായ ശങ്കരൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടക്കും. പരേതയായ കാർത്തിയേനി, ജാനകി, പരേതനായ സുബ്രഹ്മണ്യൻ, കുഞ്ഞുമോൻ, ലീല, ഹരി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഭാതർക്കം. ചാലിശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. വിശ്വാസികൾ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അകലാട് മൂന്നേനിയിൽ കടന്നലാക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. കടന്നലാക്രമണത്തിൽ വളർത്തുപോത്തുകൾ കയർ പൊട്ടിച്ചോടി. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ ആറ്റൂർ സ്വദേശി വിവേക്, തമിഴ്നാട് സ്വദേശി സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ഉമ്മുങ്ങൽ അപ്പുകുട്ടി മകൻ ഗംഗാധരന്റെ 10ാം ചരമദിനം ആചരിച്ചു. പരേതന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.